കയ്യിൽ വന്ന ആ ഒരു റിസൾട്ട് നോക്ക്, അടിപൊളിയല്ല ഗൈസ്, സംഭവം പൊളിയാ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനുണ്ടല്ലോ നമ്മളെ രഞ്ജുമാറില്ലേ, വൈറലാക്കിയ ഒരു കിഡിലൻ ഫേസ് പാക്ക് ആണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു സമ്മറിൽ ഇത്രയും ചൂടിൽ നമ്മളെ ഫേസ് നല്ലോണം ടാൻ അടിക്കുന്നുണ്ടാവും. ഫേസ് മാത്രമല്ല, കൈയും കാലും എല്ലാം ടാൻ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനെല്ലാം പറ്റിയൊരു കിഡിലൻ പാക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ ഇത് ഓൾമോസ്റ്റ് നല്ല വൈറലാണ്. കമന്റ് ബോക്സിലെല്ലാം കുറേ ആൾക്കാർ ഉപയോഗിച്ചിട്ട് നല്ല പോസിറ്റീവ് റിവ്യൂ ഉണ്ട്. അപ്പം എന്താണ് ആ പാക്ക്? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാലേ, നമുക്ക് വീട്ടിൽ തന്നെയുള്ള 2-3 ഐറ്റംസ് മാത്രമേ വേണ്ടുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല, എന്നാൽ റിസൾട്ടോ കിഡിലനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ പാക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട, അത്രയ്ക്ക് ചൂടാകുന്ന ഗൈസ്. എൻ്റെ വീട്ടിനുള്ളിൽ ഇരുന്നാലില്ല, ഇങ്ങനെ വെന്ത് പോകും നമ്മൾ. അതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പാക്ക് ഇടുമ്പോൾ എന്നാൽ പിന്നെ വേഗം ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ ഫാൻ ഇട്ടതിൻ്റെ സൗണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഫാൻ ഇല്ലാണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ ഉരുകി ഫാൻ ഇട്ടിട്ട് തന്നെ നല്ല ചൂട്. ഇതിലിപ്പോ തൈരാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ്. അതിന്റെ അത് ലെമൺ ജ്യൂസ്, അതായത് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളിന്റെ നീരാണ് എടുത്തത്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റമായ കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഗൈസ്. നമ്മളെ സ്കിന്നിന് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കാൻ ഈ ഒരു ഒറ്റ സാധനം കൊണ്ട് പറ്റും. പിന്നെ നമ്മൾ 3 ഇൻഗ്രീഡിയന്റും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കണം. ഗൈസ്, ആ ഒരു വൈറൽ പാക്കാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. നമുക്കിതിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ലൈവ് ആയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. പിന്നെ ഞാനൊന്നും സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് കേട്ടോ. അപ്പൊ വെയിലത്ത് ജസ്റ്റ് ഒന്ന് പുറത്തൊരു പീടിയല്ലോ ഒന്ന് എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തന്നെ ഇല്ലേ, തിരിച്ചു വന്നിട്ട് കണ്ണാടി നോക്കുമ്പോ ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകും എനിക്ക്. അങ്ങനെ ടാൻ വരുത്തുന്നുണ്ട്. മുഖത്തിന് മാത്രമല്ല, ഈ കൈക്ക് നമ്മളിങ്ങനെ സ്ലീവ് ഇത്രയുള്ളതാണ് ഇട്ടതെങ്കിൽ ബാക്കി ഇങ്ങോട്ടേക്കുള്ള കൈ കാണാൻ കഴിയൂല, അങ്ങനെ കരി പോലെ ആയിട്ടുണ്ടാവും. ഒരു വല്ലാത്തൊരു തരം ടാനാണ് ഇപ്പത്തെ ഈ ഒരു സമ്മറിൽ വരുന്നത്. അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് അത്ര സീൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവർക്കെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നോക്കാം. ഈ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തില്ല, നിങ്ങൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഈ തൈര് എന്ന് പറയുന്ന സാധനം നമ്മളെ ഫേസിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ മെയിനായിട്ട് കാപ്പിപ്പൊടിൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ എൻ്റെ ഫേസിന് ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എല്ലാം വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ കാപ്പിപ്പൊടിയും പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ഇതാക്കിയിട്ട് അങ്ങനെയാണ് എൻ്റെ ഫേസ് സ്ക്രബ് ചെയ്ത് കൊടുക്കൽ. ഞാൻ അല്ലാണ്ട് വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ ഒരു കാപ്പിപ്പൊടിയിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ കാപ്പിപ്പൊടിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തു കൊടുക്കൽ. അപ്പൊ ഈ ഒരു സാധനത്തിൽ ഇപ്പൊ ഞാൻ ചെറുനാരങ്ങന്റെ നീര് ചേർത്തിട്ടില്ല. എനിക്ക് എന്റെ സ്കിന്നിന് ചെറുനാരങ്ങ നീര് പറ്റില്ല. അതുകൊണ്ട് തക്കാളിന്റെ നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആകുന്നത് അത് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ രഞ്ജുമാർ പറയുന്നുണ്ട്, ഈ ഒരു പാക്ക് നമ്മളൊരു 1 വീക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഗ്ലൂട്ടാത്തോൺ വരെ മാറി നിൽക്കുന്നു. ശരിയാണ് കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഭയങ്കര സിമ്പിൾ അല്ലേ, കുറച്ച് സാധനമല്ലേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കയ്യിൽ മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ. ഈ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാമല്ലോ. അപ്പൊ ഞാൻ ഈ കയ്യിൽ മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. നല്ല ടാൻ ഉണ്ട് എൻ്റെ കൈയെല്ലാം, നല്ല ടാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ല ടാൻ ഉണ്ട്. അയ്യോ, എൻ്റെ കൈയും മുഖമെല്ലാം നല്ല ടാൻ ഉണ്ട്. നിങ്ങൾ ഈ ഒരു ക്യാമറയിൽ ഞാൻ ഈ വെയിലിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഗൈസ്, നല്ല ടാൻ അടിച്ചിട്ടാണുള്ളത്. പിന്നെ ഇപ്പത്തെ ഈ ഒരു ചൂടിനില്ലേ, നമ്മൾ മാക്സിമം ആ ഒരു പൊരി വെയിലിന്റെ സമയത്ത് പുറത്തിറങ്ങാത്ത തന്നെയാണ് നല്ലത്. ഒന്നാമത് സൺസ്ക്രീനും കൂടി ഉപയോഗിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിലില്ലേ, എവിടെയും പോണ്ട. കാരണം അങ്ങനത്തെ ഒരു കോലാവും തിരിച്ചു വരുമ്പോഴേക്ക്. ഞാനല്ലേ എന്ത് കോലാവില്ലെന്നറിയാം. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് എനിക്ക് തന്നെ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ തോന്നും, പക്ഷെ ഒരു സൺസ്ക്രീനെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങണം, ഇല്ലെങ്കിൽ ഞാനൊരു വിധാവും ഈ ഒരു ചൂട് കഴിയുമ്പോഴേക്ക് എന്നല്ല. ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാം, ഞാൻ സ്കിൻ ഡോക്ടറെ കാണിച്ചു. കാരണം എൻ്റെ ഫേസിൽ നല്ല മാർക്കും പാടുകളും പിന്നെ പെട്ടെന്ന് ടാൻ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇതാവുന്ന ഒരു സീനല്ലുണ്ട്. അങ്ങനെ ഞാനൊരു സ്കിൻ ഡോക്ടറെ കാണിച്ചു. ഇവിടെ കാഞ്ഞങ്ങാടനുള്ളതാണ്. ഡോക്ടർ എനിക്ക് ഭയങ്കര കാര്യത്തിൽ എൻ്റെ സ്കിന്നെല്ലാം നോക്കി. ഞാൻ ബാംഗ്ലൂരാണ്, അടുത്ത ക്ലൈമറ്റാണെന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിന്. എൻ്റെ ഡോക്ടർ എനിക്കൊരു സൺസ്ക്രീനും ഓരോ ഓയിൽമെൻറ്റും അങ്ങനെ കാര്യങ്ങളിൽ എഴുതി തന്നു. എൻ്റെ സ്കിന്ന് നോക്കിയിട്ടാണ് ഡോക്ടർ എനിക്ക് സൺസ്ക്രീൻ തരുന്നത്. അങ്ങനെ തിരിച്ച് ബാംഗ്ലൂർ പോയി ഞാൻ സൺസ്ക്രീൻ ഇടാൻ തുടങ്ങി. എനിക്കതൊരൊട്ടും പറ്റുന്നില്ല. എൻ്റെ സ്കിന്നിൻ്റെ തൊലിയിലുണ്ട് പറഞ്ഞു പോകുന്നു. ഞാൻ എൻ്റെ സ്കിൻ ടോണിനെക്കാട്ടും ഡബിൾ ബാക്ക് ഷെയ്ഡിലേക്ക് പോകുന്നു. ഞാൻ നിൽക്കുന്ന എന്താ സംഭവം, ഡോക്ടർ ഇത് തന്നതല്ലേ. അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി ആ സൺസ്ക്രീന്.
എൻ്റെ ഹസ്ബൻഡാണ് ശ്രീക്ക് നല്ലോണം പറ്റീന കേട്ടാ. ശ്രീന്റെ മുഖത്തിന് ഒരു കുഴപ്പമില്ല. ശ്രീ ഡേ ബൈ ഡേ ടാനെല്ലാം മാറി നല്ല അടിപൊളിയായി വരുന്നുണ്ട്. ഞാൻ ആ സൺസ്ക്രീൻ ഉപയോഗിക്കുന്ന ഓരോ കരി പോലെ ആയി പോകുന്നു ഗൈസ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഡോക്ടറെ കാണിച്ച് എത്രയോ പൈസയെല്ലാം കൊടുത്ത് മരുന്നെല്ലാം വാങ്ങിയതാണ്, എന്നിട്ടും അത് എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എൻ്റെ മുഖത്ത് ഒരു മാതിരിപ്പെട്ട ഒന്നും പിടിക്കലില്ല ഗൈസ്. ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അടിപൊളിയല്ലേ എന്റെ മോനെ, ഇത്ര അടിപൊളി റിസൾട്ടാ. ജസ്റ്റ് ഈ ഒരു ഭാഗം റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും ആ ഒരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്. എന്തായാലും ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് നമുക്ക് നോക്കാട്ടാ ഗൈസ്. ഞാൻ ഇത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്റെ മോനെ അടിപൊളി എന്നെല്ലാം പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് ഗൈസ്. എന്റെ ഈ ഒരു കൈ തന്നെ നല്ല രീതിയിൽ ഇതാ ടാനെല്ലാം മാറി അടിപൊളിയായി. സംഭവം അടിപൊളിയാണ് ഗൈസ്. എന്റെ കൈ കുറച്ച് കളർ കൂടുതലും ഫേസിന് കുറച്ച് കളർ കുറവുമാണ്. ഇപ്പൊ നോക്കുമ്പോൾ എന്റെ ഫേസും കൈയും ഏകദേശം ഒരേ കളറിലാണ് ഉള്ളത്. അത്രയും അടിപൊളി സാധനമാണ് ഗൈസ്. എന്റെ ഫേസിൽ ആ ഒരു ചേഞ്ചിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. പിന്നെ കഴുത്തിന്റെ ഞാൻ വാഷ് ചെയ്തിട്ടില്ല, ഞാൻ എന്തായാലും കുളിക്കാൻ പോകുന്നതാണ്, അപ്പൊ തന്നെ വാഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും അടിപൊളി റിസൾട്ട് ഉള്ള ഒരു സാധനമാണ്. രഞ്ജുമാർ പറഞ്ഞത് കറക്റ്റ് ആണ് ഗൈസ്. ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ എന്തായാലും നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു വാം വാട്ടറിലാണ് വാഷ് ചെയ്യേണ്ടത്. എനിക്കില്ലേ ഇങ്ങനെ വീഡിയോയിൽ ആ ഒരു കളർ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകുന്നു ഗൈസ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് കളർ ചേഞ്ച് ആവും, വെളുക്കും എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ ഒരു ടാൻ കുറച്ച് കുറഞ്ഞ് നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു നല്ല രസമുണ്ട് എന്ന് തോന്നൂലേ, ആ ഒരു രീതിയിലായിരുന്നു ഗൈസ് എൻ്റെ ഫേസ്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.